ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. വീര ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹര ഹര നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. കഴിഞ്ഞ ദിവസം അനുസ്മരിച്ച് നിർത്തിയത് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെയും കൂട്ടി കാട്ടിലേക്ക് വന്നു. അവിടെ വെച്ച് ആ കുട്ടികൾക്ക് വിശപ്പും ദാഹവും അറിയാതിരിക്കാനായിട്ട് ബല അതിബല എന്നുള്ള 2 മന്ത്രങ്ങളെ ഉപദേശിച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർത്തിയത്. അതിനുശേഷം വിശ്വാമിത്ര മഹർഷി കുട്ടികളെയും കൊണ്ട് താടകാവനത്തിലേക്ക് കടന്നു. അവിടെ വന്നപ്പോ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, ഗുരുനാഥൻ പറയണ കുട്ടികളോട്, രാമ, ഇത് ഘോരമായിട്ടുള്ളൊരു വനമാണ്. ഇവിടെ അങ്ങനെ ആരും ഈ വഴി കൂടെ പോവുമൊന്നും പതിവില്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ കാരണമുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ രൂപം മാറാൻ പറ്റുന്ന ഭയങ്കരിയായിട്ടുള്ളൊരു രാക്ഷസി ഉണ്ട് ഇവിടെ. താടക എന്നാണ് പേര്. ആ താടക ഈ പ്രദേശത്താണ് വസിക്കണത്. അവളെ പേടിച്ചിട്ട് ഒരാൾക്കും ഈ വഴിക്ക് പോവാൻ പറ്റാറില്ല. നീ ഏത് വിധമായാലും അവളെ വധിക്കണം. അതുകൊണ്ട് ഒരു ദോഷവും ഇല്ല. ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താ? സാധാരണ സ്ത്രീവധം ധർമ്മത്തിന് നിരക്കണതല്ല എന്ന് പറയാറുണ്ട്. പക്ഷേ അത് ധർമ്മത്തിന് വിപരീതമായിട്ടാണ് വരണേ എങ്കിൽ, നമ്മളോട് എതിർക്കാനാണ് വരണേ എങ്കിൽ അവിടെ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നോക്കേണ്ടതില്ല എന്നുമുണ്ട്. അതുകൊണ്ടാണ് ഗുരുനാഥൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത്, ഇതുകൊണ്ട് നിനക്ക് ഒരു ദോഷവും വരില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ പറയണ കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ വേഗം തൻ്റെ ആ കോദണ്ഡമായിട്ടുള്ള ആ വില്ല് എടുത്തു. ഞാണ് വലിച്ചു കെട്ടി ആ ഒരു ഞാണൊലി പുറപ്പെടുവിച്ചു. അത് കേട്ടതും ദിക്കുകളെല്ലാം മുഴങ്ങി. ഇത് ഈ രാക്ഷസിയുടെ ചെവിയിലും കേട്ടു. തന്നെ പിടിച്ചു തിന്നാനായിട്ട് ആ രാക്ഷസി ഓടിയെടുക്കുന്നത് കണ്ടപ്പോ ആ ശ്രീരാമചന്ദ്രൻ വേഗം എന്തു ചെയ്തു? തൻ്റെ ഞാണുമ്മില് വീണ്ടും ആ ഞാണൊന്ന് വില്ലില് വലിച്ചു കെട്ടിയിട്ട് ശരത്തെ തൊടുക്കാനായിട്ട് ഗുരുനാഥന്റെ മുഖത്തേക്കൊന്ന് നോക്കി, ഒരു അനുവാദം ചോദിക്കണത് പോലെ. ഗുരുനാഥന്റെ അനുവാദം കിട്ടി. വില്ലെടുത്തു. അസ്ത്രം അയച്ചോളൂ രാമ എന്ന് പറഞ്ഞു. രാമന്റെ ബാണമേറ്റിട്ട് ആ രാക്ഷസി അവിടെ മരിച്ചു വീണു. ആ രാക്ഷസിയിൽ നിന്നും ഒരു സുന്ദരിയായിട്ടുള്ള ഒരു രൂപം വന്നു. ഏതോ ഒരു ശാപം മൂലം ഒരു യക്ഷിക്ക് ഇങ്ങനെ രാക്ഷസിയാകേണ്ടി വന്നവളാണ്. അത് ശ്രീരാമന്റെ ആ ഒരു സ്പർശത്താല് ആ രാക്ഷസീയമായിട്ടുള്ള പ്രകൃതത്തിന് മുക്തി കിട്ടി. അവൾ ദേവലോകത്തേക്ക് പോയി. അതിനുശേഷം ശ്രീരാമദേവന്
വിശ്വാമിത്ര മഹർഷി ദിവ്യലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള ധാരാളം അസ്ത്രങ്ങളെ ഉപദേശിച്ചു കൊടുത്തു. അവർ അന്ന് ചെന്ന് നിന്നത് കാമാശ്രമത്തിലായിരുന്നു. അവിടെ ഒരു രാത്രി കഴിച്ചു കൂട്ടിയിട്ട് പിറ്റേന്ന് പ്രഭാതത്തിന് സിദ്ധാശ്രമത്തിലേക്ക് എത്തി. ഈ സിദ്ധാശ്രമം എന്ന് പറയുന്നതിന് ആ സ്ഥലത്തിന് തന്നെ ഒരു പ്രാധാന്യമുണ്ട്. പണ്ട് കപിലവാസുദേവൻ അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ടുള്ള ദേവഹൂതിക്ക് വേണ്ടതായിട്ടുള്ള തത്വങ്ങളെയെല്ലാം ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം ആ ദേവഹൂതി മാതാവ് ഭഗവാനിൽ ലയിച്ചതായിട്ടുള്ള ആ ഒരു സ്ഥാനത്താണ് സിദ്ധപദം. ആ സിദ്ധപദത്തിലാണ് പിന്നീട് ഭഗവാൻ വാമനാവതാരത്തില് ആ വാമനമൂർത്തി ധാരാളം കാലം അവിടെ തപസ് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ അത് സിദ്ധ ആശ്രമമായിട്ട് മാറി. ആ സിദ്ധാശ്രമമാണ് വിശ്വാമിത്ര മഹർഷി പിന്നീട് തൻ്റെ ഉപാസനയ്ക്കായിട്ട് എത്തിച്ചേർന്നത്. അത് കണ്ടുപിടിച്ച് അവിടെയാണ്, സിദ്ധാശ്രമത്തിലാണ് വിശ്വാമിത്ര മഹർഷി ഉപാസനയോട് കൂടിയിട്ട് തപസ് അനുഷ്ഠിക്കുന്നത്. ആ സിദ്ധാശ്രമത്തിലെത്തി. അവിടെ വന്നതോട് കൂടിയിട്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, മഹർഷേ, അങ്ങയുടെ യാഗം ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തോളൂ. ഇവിടെ എന്ത് തന്നെ തടസ്സങ്ങൾ വന്നാലും ഞങ്ങളത് നോക്കിക്കോളാം. അങ്ങ് കാണിച്ചു തന്നാ മതി. അവരെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ചെയ്തോളാം. അങ്ങ് ധൈര്യമായിട്ട് യാഗം തുടങ്ങിക്കോളൂ. ഈ കുട്ടികളുടെ വാക്ക് കേട്ട് മഹർഷി യാഗം തുടങ്ങി. ഈ യാഗത്തിൻ്റെ പുക ആകാശത്തിലേക്ക് ഉയർന്നു തുടങ്ങിയപ്പോൾ തന്നെ മാരീചനും സുബാഹുവും അവരുടെ കൂടെയുള്ളവരുമായിട്ട് ആ യാഗത്തിനെ മുടക്കാനായിട്ട് വന്നു തുടങ്ങി. രാമൻ ഒരു ബാണം അയച്ചു. അതിൽ സുബാഹു അപ്പോൾ തന്നെ വധിക്കപ്പെട്ടു. എന്നാൽ മാരീചൻ രാമബാണത്തെ പേടിച്ച് ഓടിപ്പോയി. പക്ഷേ കടലിൽ പോയി ഒളിച്ചിട്ടും രാമബാണം പിന്നാലെ വന്നു. അവസാനം ആ ശ്രീരാമപാദങ്ങളെ ആശ്രയിച്ച് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഭഗവാനിലെ ആശ്രയിച്ചപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു. അന്നു മുതൽ മാരീചൻ ശ്രീരാമ ഭക്തനാണ്. അതെല്ലാം കഴിഞ്ഞു. മഹർഷിയുടെ യാഗം കഴിഞ്ഞു, സന്തോഷമായി. 2-3 ദിവസം കൂടി സിദ്ധാശ്രമത്തില് കഴിച്ചുകൂട്ടി. പിന്നീട് നമുക്ക് ഇനി വിദേഹ രാജ്യത്ത് അവിടെ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോവണം. അവിടെ ത്രയംബകം എന്ന് പറയുന്ന ഒരു ശൈവ ശാപമുണ്ട്. ആ ശാപം ശ്രീപരമേശ്വരൻ തന്നെ അവിടെ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ആ ശാപത്തിനെയും കൂടി നമുക്കൊന്ന് കാണാം. കാരണം ദേവന്മാരും രാജാക്കന്മാരും എല്ലാവരും നിത്യേന വന്ന് തൊഴുന്നതാണ് ആ ശാപത്തിന്. അപ്പം അതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് അയോധ്യയിലേക്ക് തിരിച്ചു പോവാം എന്ന് പറയണം. അങ്ങനെ കുട്ടികളും വിശ്വാമിത്ര മഹർഷിയും കൂടി ഗംഗാതീരത്തെത്തി. അവിടെ നല്ലൊരു ആശ്രമം കണ്ടു. നല്ല ഭംഗിയുള്ളൊരു പ്രദേശം. ആ പ്രദേശം കണ്ടപ്പോൾ ചോദിച്ചു, ഇത് ആരുടെ ആശ്രമമാണ് മുനിശ്രേഷ്ഠ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇത് ഗൗതമ മഹർഷിയുടെ ആശ്രമമാണ്. അപ്പൊ ചോദിച്ചു, അതെന്താ ഇങ്ങനെ വിജനമായിട്ട് കിടക്കണേ? അതിനെന്താ കാരണം? അപ്പോഴാണ് പറഞ്ഞത്, അതിന് ഒരു കഥ പറയാനുണ്ട്. പണ്ട് താപസശ്രേഷ്ഠനായിട്ടുള്ള ഗൗതമ മുനി ഗംഗാതീരത്ത് ഒരാശ്രമം ഉണ്ടാക്കിയിട്ട് തപസ്സിൽ മുഴുകി കഴിയുകയായിരുന്നു. ആ സമയത്ത് ബ്രഹ്മാവ്
തൻ്റെ പുത്രിയായിട്ടുള്ള അഹല്യയെ ഗൗതമന് വിവാഹം കഴിച്ചു കൊടുത്തു. അത്രയ്ക്ക് സൗന്ദര്യമാണ് അഹല്യയ്ക്ക്. ലോകസുന്ദരിയാണ് അഹല്യ. അവർ എല്ലാ നിഷ്ഠകളോടും കൂടി ദമ്പതിമാരായി അവിടെ കാലം കഴിച്ചു കൂട്ടുന്ന ഒരു സമയത്ത് ഈ അഹല്യയുടെ സൗന്ദര്യം കണ്ടിട്ട് ദേവേന്ദ്രന് സഹിച്ചില്ല. ദേവേന്ദ്രന് ഈ അഹല്യയോടൊരു മോഹം തോന്നി. ആ മോഹം അതിരു കടന്നപ്പോൾ ഒരു ദിവസം ഗൗതമ മഹർഷി സന്ധ്യാവന്ദനത്തിനായിട്ട് പോയ സമയത്ത് ദേവേന്ദ്രൻ മഹർഷിയുടെ രൂപം എടുത്തുകൊണ്ട് അഹല്യയുടെ അടുത്ത് വരികയും അഹല്യയെ പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ സമയമായിട്ടില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഗൗതമ മഹർഷി ആ സമയത്ത് തിരിച്ച് ആശ്രമത്തിലെത്തി. അപ്പോൾ അവിടെ ദേവേന്ദ്രനെ കണ്ടപ്പോൾ മഹർഷിക്ക് ദേഷ്യം വന്നു. ആരാണ് എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇങ്ങനെ ദേവേന്ദ്രനാണ്, എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ദേവേന്ദ്രനെ ഗൗതമ മഹർഷി ശാപവും കൊടുത്തു. അഹല്യയോടും ഒരു ശാപവചനം ഉണ്ടായി. കാരണം നീ ഇത്രയൊക്കെ സൗന്ദര്യമുണ്ട്, എന്നിട്ട് ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ നീ ധർമ്മത്തിന് അനുഷ്ഠിച്ചുകൊണ്ടിരുന്നിട്ടും നീ ഒരു കല്ലുപോലെ ഇരുന്നില്ലേ, അതുകൊണ്ട് നീ ഒരു കല്ലായി പോട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. പക്ഷെ അതിനുശേഷം മഹർഷിക്ക് തന്നെ തോന്നി ഇത്രയും വേണ്ടായിരുന്നോ എന്ന് തോന്നിയോ ആവോ. അദ്ദേഹം പറഞ്ഞു, സാക്ഷാൽ മഹാവിഷ്ണു തന്നെ സൂര്യവംശത്തില് ശ്രീരാമചന്ദ്രനായിട്ട് അവതരിക്കും. അന്ന് അദ്ദേഹം ഈ വഴിക്ക് അനുജനോടുകൂടി വരും. എന്നാൽ അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേറ്റിട്ട് നിനക്ക് ശാപമോക്ഷം കിട്ടും. അതുവരെ നീ രാമനാമവും ജപിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി ഇവിടെ കഴിഞ്ഞോളൂ. അതിനുശേഷം നിനക്ക് ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിനക്ക് വീണ്ടും എന്നോടൊപ്പം കഴിയാം എന്നും പറഞ്ഞുകൊണ്ട് മഹർഷി ഹിമാലയത്തിലേക്ക് തപസ്സിനായിട്ട് പോയി. അഹല്യാദേവി വളരെയധികം സങ്കടത്തിലായി. അവര് വേറെ ആർക്കും കാണാൻ പറ്റാത്ത തരത്തില് ഒരു ശിലയായിട്ട് മാറി. ആ ഒരു തപസ് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് കാറ്റും മഴയും എല്ലാം അനുഭവിച്ചുകൊണ്ട് ആഹാരങ്ങളൊന്നുമില്ലാതെ ജലപാനമില്ലാതെ അവർ എപ്പോഴും രാമനാമത്തെ മാത്രം ജപിച്ചുകൊണ്ട് അവരവിടെ തപസ്സനുഷ്ഠിച്ചു. ഈ സമയത്താണ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് വിശ്വാമിത്ര മഹർഷി പറയാണ്, രാമ, ദേ ഇതാണ് ആ ഉഗ്ര തപസ്സിൽ മുഴുകിയിരിക്കുന്ന ശിലാരൂപം. നീയ് നിന്റെ പാദങ്ങളെ കൊണ്ട് ആ അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കൂ, ആ ശാപമോക്ഷം കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമി തൻ്റെ കാലുകളെ, പാദങ്ങളെ രാമോഹം എന്ന് പറഞ്ഞുകൊണ്ട് ആ ശിലയിൽ സ്പർശിച്ചതും അത് വീണ്ടും സുന്ദരിയായിട്ടുള്ള അഹല്യയായിട്ട് മാറി. അഹല്യാദേവിക്ക് സന്തോഷായി. ഗദ്ഗദകണ്ഠയായിക്കൊണ്ട് അവർ ശ്രീരാമചന്ദ്രനെ വീണ് നമസ്കരിച്ചു. വേണ്ട അർഘ്യപാദ്യാദികളെല്ലാം അർപ്പിച്ച് പൂജിച്ചു. ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. അല്ലയോ ഭഗവാനെ, അങ്ങയെ കാണാൻ കഴിഞ്ഞതുകൊണ്ട് ഇന്ന് ഞാൻ വളരെ ധന്യയായിട്ടുണ്ട്. ബ്രഹ്മാവും മഹേന്ദ്രനും കൂടി ആഗ്രഹിക്കുന്ന ആ
പാദപത്മത്തിലെ ഒരു കുറച്ച് പാദരജസ് എനിക്ക് ലഭിച്ചില്ലേ? കാരണം ദേവന്മാര് പോലും ആഗ്രഹിക്കുന്നതാണത്. അതിന്ന് എനിക്ക് അവിടുന്ന് ആ ഒരു അനുഗ്രഹം തന്നേക്കാണ്. എത്ര കാലം ആരാധിച്ചാലും അങ്ങയുടെ പ്രസാദം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആ പാദപാംസുക്കളെ അവിടുന്ന് ഇന്ന് ഇവളിൽ തന്ന് അനുഗ്രഹിച്ചതിൽ സന്തോഷമായിട്ടുണ്ട്. അങ്ങയുടെ പാദരജസിനെ കുറിച്ച് പറയാൻ പിന്നെയും ഉണ്ട് കുറെ. കാരണം പവിത്രയായിട്ടുള്ള ഗംഗാമാതാവ്, ശ്രീപരമേശ്വരൻ, ബ്രഹ്മാവ് പോലുള്ളവരെ കൂടി പാവനരാക്കുന്നുണ്ട്. അങ്ങയുടെ മഹത്വമുള്ള ആ പാദം സ്പർശിക്കാനുള്ള ഒരു ഭാഗ്യം എന്തുകൊണ്ടാണ് എനിക്ക് തന്നത്? അതിന് മാത്രം എന്ത് പുണ്യകർമ്മമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? എത്ര പുണ്യകർമ്മങ്ങൾ ചെയ്താലും ആസക്തി ഇല്ലാത്തവർക്ക് കാണാൻ കിട്ടാത്ത അങ്ങയുടെ ഒരു രൂപം മനുഷ്യനായി അവതരിച്ച് ഇത്രയ്ക്കും ഭംഗിയോട് കൂടിയിട്ട് സുന്ദരമായിട്ടുള്ള ഈ ഒരു രൂപത്തിനെ ഞാൻ എന്നും ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേറെ ആരെയും ഭജിച്ചിട്ടില്ല, ഭജിക്കൂല. വേദങ്ങൾ ഏതൊരു പാദത്തിനെയാണോ അന്വേഷിക്കുന്നത്, അതുപോലെ ഏതൊരു ദേവന്റെ നാഭിയിൽ നിന്നാണോ ബ്രഹ്മാവ് ജനിച്ചത്, അതുപോലെ ഏതൊരു ദേവന്റെ നാമമാണോ മഹാദേവൻ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള ഭഗവാനെ അവിടുത്തെ ഞാൻ നമസ്കരിക്കുന്നു. നാരദ മഹർഷിയും മറ്റ് ദേവന്മാരും എല്ലാവരും നിത്യവും രാമചരിതം കീർത്തിക്കുന്നത് കേൾക്കാം. ഈ കാമരാഗാദി ദോഷങ്ങളെല്ലാം അകന്നിട്ട് എന്നെയും അവിടുന്ന് അനുഗ്രഹിക്കണേ. ഇത്തരത്തില് അഹല്യാദേവി ശ്രീരാമചന്ദ്രനെ ഓരോ നാമങ്ങളെ കൊണ്ടും പറഞ്ഞ് സ്തുതിക്കുകയാണ്. ശ്രീ അഹല്യാദേവിക്ക് മറ്റൊന്നും വേണ്ട. ഭഗവാന്റെ പാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊരാളും ആശ്രയിക്കുന്നത് ഭഗവത് പാദങ്ങളെയാണ്. ആ ഭഗവത് പാദങ്ങളിലെ അചഞ്ചലമായിട്ടുള്ളൊരു ഭക്തി ഉണ്ടാവണേ എന്നാണ് ഏതൊരാളും പ്രാർത്ഥിക്കുന്നത്. ആ ഭക്തിയെ തന്നെ തരണേ എന്നാണ് അഹല്യാദേവിയും പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് അഹല്യാദേവി അഹല്യാദേവിക്ക് ശ്രീരാമചന്ദ്രൻ വേണ്ട അനുഗ്രഹങ്ങളെല്ലാം കൊടുത്തു. ഗൗതമ മഹർഷി തിരിച്ചു വന്ന് അവരൊരുമിച്ച് ആ ജീവിതത്തിനെ വീണ്ടും കൊണ്ടുപോയി എന്ന് പറയുന്നു. ഈ വിധത്തിലുള്ള ഈ ഒരു അഹല്യാസ്തുതി ഭക്തിപൂർവം ആരാണോ ജപിക്കണത്, ആരെല്ലാമാണോ ജപിക്കണത്, അവര് സകല പാപങ്ങളും നശിച്ച് ശുദ്ധരായിട്ട് ആ പരമമായിട്ടുള്ള ബ്രഹ്മാനന്ദം അനുഭവിക്കാറാവും. മാത്രല്ല ഈ ലോകത്തെ ജീവിതത്തില് അവർക്ക് സകല സൗഖ്യങ്ങളും കിട്ടും. രാമനാമം ജപിച്ചാൽ തങ്ങൾക്ക് ബാഹ്യമായിട്ടും ആന്തരികമായിട്ടുമുള്ള എല്ലാ സുഖവും സമാധാനവും ശാന്തതയും കൈവരിക്കാനായിട്ട് സാധിക്കും.
മാത്രമല്ല, ഇനി ഭഗവാനെ ഭജിക്കാത്തവർക്ക് പോലും ഈ അഹല്യാസ്തുതി ഒന്ന് കേട്ടാൽ അവരുടെ പാപങ്ങൾ പോലും ഇല്ലാതെയാവുന്നു എന്നുകൂടി ഇവിടെ പറയുന്നു. അങ്ങനെ ഈ സ്തുതിക്ക് ശേഷം വിശ്വാമിത്ര മഹർഷി ഈ കുട്ടികളെയും കൊണ്ട് ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നതാണ് അടുത്ത ഭാഗം. അത് അടുത്ത ദിവസം നമ്മൾക്ക് കേൾക്കാം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. വീര ആഞ്ജനേയ സ്വാമിക്ക് ജയ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.